ആദ്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഏതാ ജാതി ഏതാ മതം ഇതൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും എല്ലാ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മൾ ഇടപഴകുന്ന ഇടങ്ങളിലുണ്ട്. അപ്പോൾ ആ ആളുകൾ വലിയ കുഴപ്പക്കാരാണ്, അവർ വലിയ കുഴപ്പം ചെയ്യും. അപ്പോൾ എന്നാൽ പിന്നെ ആ ചിന്തയും പിന്നെ ഒരു എന്താ ഉയർന്ന ചിന്താഗതി എന്ന് വെച്ചാൽ ഞാനൊരു മേലാളനാണ് എന്നുള്ളൊരു മനോഭാവം കൂടെ ആകുമ്പോൾ ഒരാളെ ഇല്ലാതാക്കാം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ കാണുന്ന ഒരു കാര്യം, ഒരു കേസിൽപ്പെട്ട ഒരാൾക്ക് മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള അഭൂതപൂർവമായ പിന്തുണ. ഇപ്പോൾ കലാഭവൻ മണി മരിച്ചുപോയി. കലാഭവൻ മണിയുടെ പാട്ട് എവിടെ കണ്ടാലും യൂട്യൂബിൽ ഇപ്പോഴും ഹിറ്റാണ്. ആ കലാഭവൻ പാട്ട് പാടുന്ന ആളുകളുടെ പാട്ട് നമ്മൾ കേട്ടിരിക്കും അല്ലെങ്കിൽ കണ്ടിരിക്കും. കലാഭവൻ മണി ഇപ്പോഴും ജീവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് വേടന് കിട്ടുന്ന വലിയ ആ പിന്തുണ ഇവരെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞു. ഇത്രയും പിന്തുണ കിട്ടും എന്ന് വേറെ ചില ആളുകളെ കഞ്ചാവ് കേസിൽ പിടിച്ചതുപോലെ അല്ല ഇവിടെ സംഭവിച്ചത്. അവരെ പിടിച്ചപ്പോൾ ആളുകൾ വന്ന് പിന്നെ അവരുടെ അനുകൂലികളായിട്ടുള്ള ആളുകളൊക്കെയാണ് വന്നിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് തെറി വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വേടൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വലിയ വിഭാഗം, വളരെ കുറച്ച് ആളുകൾ വേടനെതിരായി പറഞ്ഞു എങ്കിലും അയാൾ തെറ്റിതിരുത്താൻ തയ്യാറാണ്. അപ്പോൾ തെറ്റിതിരുത്താൻ തയ്യാറായി നിൽക്കുന്ന ഒരാളെ, മാപ്പ് പറഞ്ഞിട്ടുള്ള ഒരാളെ, ഞാൻ നന്നാകും എന്ന് പറയുന്ന ഒരാളെ, നിങ്ങൾ എന്നെ കണ്ട് അനുകരിക്കരുത് ചില കാര്യങ്ങൾ എന്ന് പറയുന്ന ആളിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അത് കണ്ടിട്ടൊന്നും ആരും ഹാലിളകിയിട്ടൊന്നും കാര്യമില്ല.